വളരെയധികം സ്വയം കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ പുത്തൻ തലമുറയെക്കുറിച്ച് ഇങ്ങനൊരു വിമർശനം എപ്പോഴും കേൾക്കാറുണ്ട്. അതിനിടയിലാണ് ഈ കുട്ടികൾ വ്യത്യസ്തരാവുന്നത്. ഈ രോഗികൾക്കൊപ്പം മണിക്കൂറുകൾ ചെലവഴിച്ച് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ടറിഞ്ഞ് മനസ്സിലാക്കുന്ന ഇവർക്ക് സ്വന്തം സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നതായി ഇവർ പറയുന്നു. മിക്കവാറും രോഗികളെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ള ശാരീരിക അവസ്ഥയുള്ളവരാണ്. അവർ സ്ഥിരമായി ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ സ്ഥിരമായി ഒരു പാലിയേറ്റീവ് സെൻ്ററിലോ തന്നെ കിടത്തി ചികിത്സാ വിഭാഗത്തിൽ വന്ന് കിടക്കേണ്ട ആളുകളല്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം അവരുടെ ബന്ധുക്കളുടെ ഒപ്പം അവരുടെ കുഞ്ഞുമക്കളുടെ ഒപ്പം സന്തോഷത്തോടു കൂടി ആ സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിയണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഹോം കെയർ എന്നിട്ടുള്ള ആശയം നടപ്പാക്കുന്നത്. ഒട്ടേറെ രോഗികൾക്ക് അതുകൊണ്ട് വളരെ സുഖം ഉണ്ട്, മെച്ചപ്പെട്ട ജീവിതം ലഭ്യമാക്കാൻ ആയിട്ടും കഴിയും. ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ പോലും ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവും ജോലിക്ക് പോകുന്നില്ല, എന്നെ നോക്കും. അപ്പോൾ ഏറ്റവും വലിയ സഹായമാണ് അത് കിട്ടുന്നത്. 13 വയസ്സ് തൊട്ടേ തയ്യലായിരുന്നു. പിന്നെ ഈ അസുഖം വന്നപ്പോഴാണ്, ഇപ്പോൾ 1 വർഷമേ ആയുള്ളൂ ജോലി ചെയ്യാതായിട്ട്. 4.5 വയസ്സ്, 10 വർഷം കഴിഞ്ഞ് അവനുണ്ടായത്. അവന് 1.5 വയസ്സായപ്പോൾ അസുഖം വന്നു. ഇപ്പം അസുഖം എല്ലായിടവും ആയി. അപ്പോൾ ഇനി തിരുവനന്തപുരത്ത് അവർ ഇവിടെ കാണിച്ചോളാൻ, പാലിറ്റി കാണിച്ചോളാനാണ് പറഞ്ഞത്. അപ്പം പിന്നെ ഇവിടെ തന്നെ, പിന്നെ ഇടയ്ക്ക് 2 മാസം കഴിഞ്ഞ മാസം 2 ആഴ്ച പറഞ്ഞു വിട്ടതായിരുന്നു. ഞാനങ്ങ് എന്ത് വയ്യാതെ വന്നാലും ഇവിടെ പോവാം, ആൾപ്പേ പോകുന്നു. നല്ല സ്നേഹമാണ്. എല്ലാവരും വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും സ്വന്തം നമ്മുടെ വീട്ടിലെ ഒരു കുട്ടികളെ പോലെ അവർ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യും. അവരുടെ മകനാണ്, അവർ ജീവിക്കുന്നത് തന്നെ അവന് വേണ്ടിയാണ് എന്ന് പറയുന്ന അവരുടെ ഒരു കൺസെപ്റ്റ്, അത് വളരെയധികം ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. അവരെ ശുശ്രൂഷിക്കുന്ന അവരുടെ ഭർത്താവ്, പിന്നെ അവർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, പിന്നെ അവരോട് ഞങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ കാര്യങ്ങൾ, അവരുടെ ഓരോ സന്തോഷം, അവരുടെ മകനെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ സന്തോഷങ്ങൾ എല്ലാം പങ്കിടാൻ സാധിച്ചാൽ ഞങ്ങൾക്കും ഒരു ഭാഗ്യമാണെന്ന് ഞങ്ങൾ കരുതുന്നു.